ന്യൂനപക്ഷ സമുദായങ്ങളെ വിമർശിച്ച വെള്ളാപ്പള്ളി നടേശൻ കന്യാസ്ത്രീകൾക്ക് പെൻഷൻ കൊടുക്കുന്നത് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാണോ? കേരള കോൺഗ്രസും മുസ്ലിം ലീഗും വോട്ട് ബാങ്കായി ലീഗിനെ നയിക്കുന്നത് തങ്ങൾമാരും കേരള കോൺഗ്രസിന് പിന്നിൽ പിതാക്കന്മാരുമാണ്. ആത്മീയ ശക്തിയുടെ ഭാഗമായി അവരെല്ലാം നേടിയെടുത്തു. രാജ്യത്ത് ജനാധിപത്യമല്ല, ഇപ്പോൾ മതാധിപത്യമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഓരോ മതത്തിന്റെയും പേര് പാർട്ടി ഉണ്ടാക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് ഏത് മതമാണ്? അതിന്റെ പിന്നിലെ ശക്തി എന്ന് പറഞ്ഞാൽ ബിഷപ്പുമാരാണ്. അവൻ നയിക്കുന്ന മതനേതാക്കന്മാരാണ്. ലീഗ് എന്ന് പറഞ്ഞാൽ എന്താ? മുസ്ലിം ലീഗ് എന്ന മുസ്ലിം കൂട്ടായ്മയാണ്. അവരെ നയിക്കുന്നവരാണ് തങ്ങൾ ആത്മീയ നേതാക്കൾ. ആത്മീയയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് സംഘടിച്ച ശക്തിയായി വോട്ട് ബാങ്കായി നിന്നുകൊണ്ട് ഈ രാജ്യത്തിലെ എന്തെല്ലാം അവകാശങ്ങളും അധികാരവും അവർ കൊണ്ടുപോയപ്പോൾ നമുക്കെന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? ന്യൂനപക്ഷങ്ങൾ തന്നെ നിർത്തും. ഭൂരിപക്ഷത്തിന് ഒരു പരിരക്ഷ ആരും വന്നാൽ ക്രിസ്ത്യൻ സമുദായത്തിലെ സിസ്റ്റേഴ്സിന് ജീവിക്കാൻ മാർഗമില്ലാത്ത അവർക്ക് പെൻഷൻ കൊടുക്കാൻ പോകുകയാണ്. നമ്മളിൽ ജീവിക്കാൻ മാർഗമില്ലാത്തവർക്ക് ആർക്കും പെൻഷൻ തരാം. രാഹുൽ സുരേഷിന്റെ വിശദാംശങ്ങൾ നൽകാൻ. രാഹുൽ, വെള്ളാപ്പള്ളി ഇത് ആദ്യമായിട്ടല്ല മതം പറഞ്ഞുള്ള വിവാദ പ്രസ്താവന നടത്തുന്നത്. ഇതിപ്പോൾ ഈ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത്? അവസാനിപ്പിക്കുന്ന മട്ടില്ലല്ലേ ഇത്തരം വിവാദങ്ങൾ? അതേ ശ്രുതി, വെള്ളാപ്പള്ളിയുടെ ന്യൂനപക്ഷങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള പ്രസംഗം ഇത് ആദ്യ തവണയല്ല. ഇന്നിപ്പോൾ മുരിക്കാശ്ശേരിയിൽ നടന്ന പരിപാടിയിലാണ് വെള്ളാപ്പള്ളി ന്യൂനപക്ഷങ്ങളെ വിമർശിച്ചുകൊണ്ട് വീണ്ടും രംഗത്തെത്തിയത്. അത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം ആ കാര്യങ്ങൾ പറഞ്ഞത്. ഏത് സർക്കാർ വന്നാലും SNDPയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒന്നും നൽകുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് കാരണമായി പറയുന്നത് ഈ കേരള കോൺഗ്രസുകളെ നയിക്കുന്നത് ബിഷപ്പുമാരാണ്. അതുകൂടാതെ മുസ്ലിം ലീഗിനെ നയിക്കുന്നത് തങ്ങൾമാരുമാണ്. അതിന് പിന്നിൽ രാഷ്ട്രീയ അടിത്തറ ഉണ്ടാക്കുന്നു. അതിനുശേഷം ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചു വാങ്ങുകയാണ്. തങ്ങൾക്ക് ഒരു സർക്കാരുകളും വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നും ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്തു തരുന്നില്ല എന്നൊരു വിമർശനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൂടാതെ ജീവിക്കാൻ നിർവാഹമില്ലാത്ത കുറേയധികം ആളുകൾ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. പക്ഷേ കന്യാസ്ത്രീക്ക് അങ്ങനെയുള്ള സാഹചര്യമില്ല. പക്ഷേ അവർക്ക് ഈ പെൻഷൻ നൽകാനുള്ള തീരുമാനം എന്തിനായിരുന്നു എന്നും അദ്ദേഹം ചോദിച്ചു വെക്കുന്നുണ്ട്. താൻ ജാതി പറഞ്ഞാൽ മാത്രം പലപ്പോഴും അത് വിവാദമാവുകയാണ്. പക്ഷേ ജാതി പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ആളുകളും ജാതി പറഞ്ഞ അവകാശങ്ങൾ നേടിയെടുക്കുന്ന ആളുകളും ഒന്നും വിവാദത്തിലാകുന്നില്ല എന്ന ഒരു പരിഭവം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. എന്താണെങ്കിലും ഈ വിമർശനങ്ങളിൽ നിന്നും പിന്മാറാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. തുടരെ ഈ വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. അത് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. ന്യൂനപക്ഷ വിമർശനം അദ്ദേഹം ഒരിക്കൽ കൂടി ആവർത്തിച്ചിരിക്കുകയാണ്. മുരിക്കാശ്ശേരിയിൽ നടന്ന പരിപാടിയിലായിരുന്നു ആ വിമർശനം. ശരി, ന്യൂനപക്ഷ സമുദായങ്ങളെ വിമർശിച്ചാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഇന്നത്തെ വാക്കുകൾ. കന്യാസ്ത്രീകൾക്ക് പെൻഷൻ കൊടുക്കുന്നത് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇന്നിപ്പോൾ വിവാദമായിട്ടുള്ള പ്രസ്താവനയായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.